അമേരിക്ക ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ പാകിസ്ഥാന് തിരിച്ചടി. ഇറാൻ പ്രശ്നം പരിഹരിക്കാൻ പാകിസ്ഥാനെ ആശ്രയിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നാസി പ്രശ്നം പരിഹരിക്കാൻ ഫാസിസ്റ്റ് ഇറ്റലിയെ ആശ്രയിക്കുന്നത് പോലെയാണെന്ന് അമേരിക്കൻ വിശകലന വിദഗ്ധൻ മൈക്കൽ റൂബിൻ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ഇടപെടലിൽ പാകിസ്ഥാന്റെ പങ്കിനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമാബാദ് വാഷിംഗ്ടണിന്റെ താൽപര്യങ്ങളെ ആവർത്തിച്ച് ദുർബലപ്പെടുത്തിയിട്ടുണ്ടെന്നും വിശ്വസനീയമായ ഒരു മധ്യസ്ഥനായി കണക്കാക്കാനാവില്ലെന്നും വാദിച്ചു. ഇറാന്റെ ചർച്ചകൾ നടത്താനുള്ള കഴിവ് മാത്രമല്ല, ഖത്തറിന്റെയും പ്രത്യേകിച്ച് പാകിസ്ഥാന്റെയും മധ്യസ്ഥരെ തിരഞ്ഞെടുത്തതും ഡൊണാൾഡ് ട്രംപിനെ അന്ധനാക്കിയിരിക്കുന്നു. ഇറാൻ പ്രശ്നം പരിഹരിക്കാൻ പാകിസ്ഥാൻ മധ്യസ്ഥതയെ ആശ്രയിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനി പ്രശ്നം പരിഹരിക്കാൻ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഫാസിസ്റ്റ് ഇറ്റലിയെ ആശ്രയിച്ചതിന് തുല്യമായിരിക്കും. വസ്തുത എന്തെന്നാൽ, നിങ്ങളുടെ പക്ഷം തോൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മധ്യസ്ഥനെ നിങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. എന്നിട്ടും അമേരിക്ക 3 തവണ ഒരേ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ പാകിസ്ഥാൻ ചിരിക്കുന്നുണ്ടാകുമെന്നും റൂബിൻ പറഞ്ഞു. മിഡിൽ ഈസ്റ്റ് ഫോറത്തിന്റെ പോളിസി അനാലിസിസ് ഡയറക്ടറായ റൂബിൻ താലിബാനെ പിന്തുണച്ചതും ഒസാമ ബിൻ ലാദന്റെ മണ്ണിലെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ മുൻകാല പെരുമാറ്റങ്ങളെ US വിശ്വാസത്തോടുള്ള ആവർത്തിച്ചുള്ള വഞ്ചനകളുടെ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാൻ ഒരു തരത്തിലുള്ള വിശ്വാസത്തിനും അർഹനല്ലെന്ന് ആവർത്തിച്ച് തെളിയിച്ചിട്ടുണ്ട്. എന്നിട്ടും ഡൊണാൾഡ് ട്രംപ് അതിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താലിബാന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ അമേരിക്കയെ വഞ്ചിച്ചു. ഒസാമ ബിൻ ലാദനെ ആതിഥേയത്വം വഹിച്ചുകൊണ്ട് പാകിസ്ഥാൻ അമേരിക്കയെ വഞ്ചിച്ചു. പാകിസ്ഥാൻ ഇപ്പോൾ വീണ്ടും അമേരിക്കയെ വഞ്ചിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതിക്ക് തുടക്കമിട്ട പാകിസ്ഥാന്റെ ആണവ ശാസ്ത്രജ്ഞൻ AQ ഖാന്റെ പ്രഖ്യാപനത്തിന് ശേഷം പാകിസ്ഥാൻ ഇതിൽ നിന്നും യഥാർത്ഥത്തിൽ നേട്ടമുണ്ടാകുമെന്ന ധാരണ ഏറ്റവും വിരോധാഭാസമാണ്. പക്ഷേ ഇറാനികളും പാകിസ്ഥാനികളും തങ്ങളുടെ നയതന്ത്ര ബോർഡ് റൂമുകളിൽ പരസ്പരം പ്രശംസിക്കുമ്പോൾ അത് രസകരമായി തോന്നേണ്ടതാണ്. ശാശ്വതമായ ഒരു ഒത്തുതീർപ്പിന് വഴിയൊരുക്കുന്നതിന് പകരം പിരിമുറുക്കം ദീർഘിപ്പിക്കാൻ പാകിസ്ഥാൻ എങ്ങനെ ശ്രമിക്കുമെന്ന് റൂബിൻ എടുത്തു കാണിച്ചു. പാകിസ്ഥാൻ ഒരു മധ്യസ്ഥനായിരിക്കാമെന്നതിൽ തെറ്റില്ല, പക്ഷേ അവർ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒരു അന്തിമ കരാറുണ്ടാകില്ലെന്നും അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കുഴപ്പങ്ങൾ എപ്പോഴും ഉണ്ടാകുമെന്നും ഉറപ്പാക്കും. അടിസ്ഥാനപരമായി തീ കൊളുത്തിയ ആളും അഗ്നിശമന സേനാംഗവും രണ്ടുപേരും പണം വാങ്ങുന്നവരാകാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ ആഴ്ച അവസാനം ജനീവയിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ഔദ്യോഗികമായി ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. അതേസമയം അമേരിക്കയുമായുള്ള സമാധാന ധാരണകൾക്ക് പിന്നാലെ ഇറാൻ തീരത്തേക്ക് ചരക്ക് കപ്പലുകൾ എത്തിത്തുടങ്ങി. 3 ഓയിൽ ടാങ്കറുകൾ ഉൾപ്പെടെ 5 കപ്പലുകളാണ് നിലവിലെത്തിയത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഡിജിറ്റലായി ഒപ്പുവെച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ കരാറിൽ വെള്ളിയാഴ്ച ജനീവയിൽ വെച്ച് ഇരു രാജ്യങ്ങളും നേരിട്ട് ഔദ്യോഗികമായി ഒപ്പുവെക്കും. എന്നാൽ ഇത് അന്തിമ സമാധാന കരാറല്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഹോർമസ് കടലിടുക്ക് തുറക്കുന്നതിലെ അവ്യക്തത, ഇറാന്റെ യുറേനിയം ശേഖരം, ആണവ നിയന്ത്രണങ്ങൾ, ഉപരോധങ്ങൾ പിൻവലിക്കുന്ന രീതി എന്നിവയിൽ പൂർണ്ണ സമവായത്തിൽ എത്തിയിട്ടില്ലാത്തതിനാൽ വരും ദിവസങ്ങളിൽ തുടർ ചർച്ചകൾ നടക്കുമെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.